ഹലോ കൂട്ടുകാരെ, ഇംഗ്ലീഷ് വിദ്യാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ രസകരമായ ഒരു സ്റ്റോറിയാണ്. മുൻകഴിഞ്ഞ സ്റ്റോറികൾ നിങ്ങൾ കണ്ടു പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഞാൻ എന്നും പറയുന്നത് പോലെ അതിൻ്റെ ശേഷം നമ്മൾ സാധാരണ ചെയ്യാറുള്ള പ്രാക്ടീസുകൾ നിങ്ങൾ ചെയ്യണം. അത് ഞാൻ ആവർത്തിക്കുന്നില്ല. കൂടുതൽ ആമുഖങ്ങളില്ലാതെ നമ്മുടെ കഥയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ദ അൺഗ്രേറ്റ്ഫുൾ ഗോൾഡ്സ്മിത്ത്സ്, നന്ദിയില്ലാത്ത തട്ടാൻ. ഗോൾഡ്സ്മിത്ത് പറഞ്ഞാൽ സ്വർണവുമായി ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് സ്വർണ്ണപ്പണിക്കാരൻ എന്നൊക്കെ പറയാം. തട്ടാൻ എന്ന് പല സ്ഥലങ്ങളിൽ പറയാറുണ്ട്. ഇംഗ്ലീഷിൽ സ്മിത്ത് ചേർന്ന് വന്നാൽ ബ്ലാക്ക് സ്മിത്ത് എന്ന് പറഞ്ഞാൽ കരിവാൻ, കൊല്ലപ്പണിക്കാരൻ എന്നൊക്കെ പറയാറുണ്ട്. സ്മിത്ത് ചേർന്ന് വന്നാൽ അതിന് പ്രൊസീഡ് ചെയ്യുന്ന വേർഡുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന ആളായിരിക്കും. ഇപ്പോൾ ഗോൾഡ് സ്മിത്ത് പറഞ്ഞാൽ സ്വർണവുമായി ജോലി ചെയ്യുന്ന ആൾ, അതായത് സ്വർണ്ണപ്പണിക്കാരൻ, തട്ടാൻ എന്നൊക്കെ പറയാം. ഓരോ സ്ഥലത്ത് ഓരോ വാക്കാണ്. ഞാനിവിടെ നമുക്ക് സ്വർണ്ണപ്പണിക്കാരൻ എന്ന് പറയാം. ഓക്കെ. വൺസ് അപ്പോൺ എ ടൈം, പണ്ട് എ ട്രാവലർ, ഒരു യാത്രക്കാരൻ, വാസ് പാസിംഗ് ത്രൂ എ ഫോറസ്റ്റ്, ഒരു കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു. സഡൻലി, പെട്ടെന്ന് തന്നെ, ഹെൽപ്പ് ഹെൽപ്പ്, അദ്ദേഹം ഒരു ശബ്ദം കേൾക്കുകയാണ്. ഹു ഈസ് ദാറ്റ് കോളിംഗ് ഔട്ട് ഫോർ ഹെൽപ്പ്? ആരാണ് ആ സഹായത്തിനായി വിളിച്ചു പറയുന്നത്? ആരാണ് എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. കോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ സഹായത്തിനായി വിളിച്ചു പോകുന്നതിനാണ് കോൾ ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ഹെൽപ്പ് ഹെൽപ്പ് എന്നുള്ള ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ഇദ്ദേഹം ആരാണെന്ന് ചിന്തിക്കുകയാണ്. ദ വോയിസ് ഈസ് ഫ്രം ദാറ്റ് വെൽ, ആ ശബ്ദം കേൾക്കുന്നത് ആ കിണറ്റിൽ നിന്നാണല്ലോ. വെൽ എന്ന് പറഞ്ഞാൽ കിണർ. സംബഡി മസ്റ്റ് ഹാവ് ഫാളൻ ഇൻ, ആരെങ്കിലും അതിൽ പോയി വീണിട്ടുണ്ടാവാം എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹം വന്നു നോക്കുമ്പോൾ ഈ കിണറ്റിലകപ്പെട്ട ഒരാൾ പറയാണ്, ഓ ഗുഡ് മാൻ, നല്ല മനുഷ്യ, ഹെൽപ്പ് us ഔട്ട് ഓഫ് ദ വെൽ, ഞങ്ങളെ ഈ കിണറ്റിൽ നിന്നും പുറത്തു ചാടിക്കാൻ സഹായിക്കണേ എന്ന് ഇദ്ദേഹം പറയുകയാണ്. ദ കെൻ ഹേർട്ടഡ് ട്രാവലർ, ആ ദയാലുവായ, കെൻ ഹേർട്ടഡ് എന്ന് പറഞ്ഞാൽ ദയാലു എന്നർത്ഥം. ആ ദയാലുവായ ആ ട്രാവലർ, യാത്രക്കാരൻ, ലോവേർഡ് എ ക്രീപ്പർ, ഒരു വള്ളി താഴ്ത്തിക്കൊടുത്തു. ഇൻ ടു ദ വെൽ, ആ കിണറ്റിലേക്ക് ഒരു വള്ളി താഴ്ത്തിക്കൊടുത്തു. ആൻഡ് പുൾ ദ അനിമൽ അപ്പ്, എല്ലാ മൃഗങ്ങളെയും അദ്ദേഹം പുറത്തേക്ക് വലിച്ചിട്ടു. അപ്പോൾ അതിൽപ്പെട്ട കുരങ്ങൻ പറയുകയാണ്, ഡു വിസിറ്റ് മീ, നീ എന്നെ സന്ദർശിക്കണം. വെൻ യു കെയിം ടു ദ മൗണ്ടൻ, നീ മൗണ്ടനിൽ വരികയാണെങ്കിൽ, പർവ്വതങ്ങളിൽ എവിടെയെങ്കിലും നീ വരികയാണെങ്കിൽ നീ എന്നെ സന്ദർശിക്കണമെന്ന് കുരങ്ങൻ പറയാണ്. ഐ കുഡ് ബി ഓഫ് സം സർവീസ് ടു യു, ഞാൻ എന്തെങ്കിലും നിനക്ക് സേവനം ചെയ്യാം എന്ന് കുരങ്ങൻ പറയുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്നേക്ക് പറയുകയാണ്, സോ കുഡ് ഐ, എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ? വൈ നോട്ട് എന്ന മീനിങ്ങിലാണ് സോ കുഡ് ഐ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറുള്ളത്. എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ? ഇഫ് യു കം നിയർ ദ സിറ്റി ബൗണ്ടറി, നീ സിറ്റി ബൗണ്ടറിയിൽ വരികയാണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം എന്നാണ് ഈ പാമ്പം പറയുന്നത്. ഓക്കെ. അപ്പോൾ സിംഹം പറയാണ്, സോ കുഡ് ഐ, എന്തുകൊണ്ട് എനിക്ക് സഹായിച്ചുകൂടാ? സോ കുഡ് ഐ എന്ന് പറഞ്ഞാൽ വൈ നോട്ട്, എന്തുകൊണ്ട് എന്നുള്ള അർത്ഥം വരും. ഇഫ് യു എവർ വിസിറ്റ് ദ ജംഗിൾ, നീ എപ്പോഴെങ്കിലും, എവർ എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും നീ കാട് സന്ദർശിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ തീർച്ചയായും സഹായിക്കാം എന്നാണ് സിംഹവും പറയുന്നത്. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, താങ്ക് യു ഫ്രണ്ട്സ്, എല്ലാവരോടും നന്ദി പറയുകയാണ്. ഐ വിൽ സെർട്ടൻലി കം ടു വിസിറ്റ് യു, സെർട്ടൻലി എന്ന നിർബന്ധമായും ഉറപ്പായും ഞാൻ നിങ്ങളെ സന്ദർശിക്കുമെന്ന് ഈ യാത്രക്കാരൻ അവരോട് പറയുകയാണ്. ജസ്റ്റ് ദെൻ, അപ്പോഴേക്കും, ഹാവ് യു ഫോർഗട്ടൺ മീ, നീ എന്നെ മറന്നോ? ഐ ആം സ്റ്റിൽ ഡൗൺ ഹിയർ, അപ്പോൾ അവിടെ ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹം അപ്പോഴും ആ കിണറ്റിലാണ്, ഞാനിപ്പോഴും താഴെയാണ്, കിണറ്റിലാണ്, എന്നെ മറന്നോ എന്ന് അദ്ദേഹം വിളിച്ചു ചോദിക്കുകയാണ്. അപ്പോൾ സിംഹം പറയാൻ, വെയിറ്റ്, ഡു നോട്ട് റെസ്ക്യൂ ദാറ്റ് അൺഗ്രേറ്റ്ഫുൾ മാൻ, ആ നന്ദിയില്ലാത്ത മനുഷ്യനെ നീ രക്ഷപ്പെടുത്തണ്ട എന്ന് ഈ സിംഹം പറയാണ്. ഹീ ഈസ് നോട്ട് ടു ബി ട്രസ്റ്റഡ്, അദ്ദേഹത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് സിംഹം പറയുകയാണ്. അപ്പോൾ ഈ യാത്രക്കാരൻ പറയാൻ, ഐ കോണ്ട് ലീവ് ഹിം, എനിക്ക് അദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ കഴിയില്ല. ടു ഡേ ഓഫ് സാൽവേഷൻ,
പട്ടിണി കിടന്ന് മരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഒഴിവാക്കിയാണെങ്കിൽ അദ്ദേഹം അവിടെ കിടന്ന് പട്ടിണി കിടന്ന് മരിക്കും. അപ്പോൾ അദ്ദേഹത്തെയും രക്ഷിക്കണം എന്ന് ഇദ്ദേഹം പറയുകയാണ്. ഐ വിൽ ഹെൽപ്പ് ഹിം ഔട്ട്, അദ്ദേഹത്തെ ഞാൻ പുറത്തെത്തിക്കാൻ സഹായിക്കും എന്ന് ഈ യാത്രക്കാരൻ പറയുകയാണ്. അദ്ദേഹം വള്ളി താഴേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ സിംഹം പറയാണ്, വി വിഷ്, ഞങ്ങൾ ആഗ്രഹിക്കുന്നു, യുഡ് ഹീഡ്, നീ, ഹീഡ് എന്ന് പറഞ്ഞാൽ ജാഗ്രത, ശ്രദ്ധ എന്നൊക്കെ അർത്ഥം വരും. യുഡ് ഹീഡ് അവർ അഡ്വൈസ്, ഞങ്ങളുടെ ഉപദേശം നീ കേട്ടിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ ഞങ്ങളുടെ ഉപദേശം കേൾക്കലായിരിക്കും നിനക്ക് നല്ലത് എന്നാണ് ഈ സിംഹം പറയുന്നത്. സൂൺ ദ മാൻ ടു വാസ് ഔട്ട് ഓഫ് ദ വെൽ, ആ മനുഷ്യനെയും ആ കിണറ്റിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇദ്ദേഹം പറയാണ്, ഐ എം എ ഗോൾഡ് സ്മിത്ത്, ഞാനൊരു സ്വർണ്ണപ്പണിക്കാരനാണ്. യു മസ്റ്റ് വിസിറ്റ് മീ അറ്റ് മൈ ഹൗസ് ഇൻ ദ സിറ്റി, സിറ്റിയിലുള്ള എൻ്റെ ഹൗസിൽ നീ നിർബന്ധമായും എന്നെ സന്ദർശിക്കണമെന്ന് ഈ സ്വർണ്ണപ്പണിക്കാരൻ പറയുകയാണ്. എ ഇയർ ലേറ്റർ, ഒരു വർഷത്തിന് ശേഷം, ദ ട്രാവലർ, ആ യാത്രക്കാരൻ, റിട്ടേൺ ടു ദ സെയിം സ്പോട്ട്, ആ സുഹൃത്തുക്കളെ രക്ഷിച്ച അതേ സ്ഥലത്തേക്ക് അദ്ദേഹം തിരിച്ചു വന്നു. വിത്ത് എ ബാഗ് ഓഫ് ഗോൾഡ് കോയിൻസ്, ഒരു ബാഗ് നിറയെ സ്വർണ്ണ നാണയവുമായി അദ്ദേഹം തിരിച്ചു വന്നു. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡാർക്ക്, ഇരുട്ടാവാൻ തുടങ്ങി. ലെറ്റ് മീ റെസ്റ്റ് നൗ, എനിക്ക് ഇപ്പോൾ വിശ്രമിക്കണം. ടുമോറോ, നാളെ, ഐ ഷാൽ സീക്ക് മൈ ഫ്രണ്ട്സ്, ഞാൻ നാളെ എൻ്റെ കൂട്ടുകാരെ അന്വേഷിച്ച് പോവാം എന്ന് ഇദ്ദേഹം ചിന്തിക്കുകയാണ്. ഹാസ് ഹി സ്ലെപ്റ്റ്, അങ്ങനെ അദ്ദേഹം ഉറങ്ങുമ്പോൾ, എ ബാൻഡ് ഓഫ് റോബേഴ്സ്, കൊള്ളക്കാരുടെ ഒരു സംഘം, എ ബാൻഡ് എന്ന് പറഞ്ഞാൽ സംഘം എന്നർത്ഥം, ഹാപ്പൻ ടു പാസ് ബൈ, അവർ അദ്ദേഹത്തിൻ്റെ അരികിലൂടെ കടന്നു പോകാനിടയായി. അങ്ങനെ അവർ ഇദ്ദേഹത്തെ കണ്ടു. ദ ടൈ ഹിം അപ്പ്, അങ്ങനെ അദ്ദേഹത്തെ പിടിച്ച് കെട്ടിയിട്ടു. പുഷ്ഡ് ഹിം ഡൗൺ, അങ്ങനെ അദ്ദേഹത്തെ തള്ളിയിട്ടു. ദ എഡ്ജ് ഓഫ് ദ പ്രസിപ്പിസ്, ഒരു ചെങ്കുത്തായ സ്ഥലം. പ്രസിപ്പിസ് എന്ന് പറഞ്ഞാൽ ചെങ്കുത്തായ സ്ഥലം, കിഴക്കാൻ തൂക്ക് എന്നൊക്കെ പറയല്ലേ, ഗർത്തം എന്നതിനൊക്കെ പ്രസിപ്പിസ് എന്ന് പറയാറുണ്ട്. ആൻഡ് റാൻ അവേ, അങ്ങനെ അവർ ഓടിപ്പോയി. വിത്ത് ഹിസ് ബാഗ് ഓഫ് ഗോൾഡ് കോയിൻസ്, അപ്പോൾ ആ യാത്രക്കാരൻ്റെ സ്വർണ്ണ നാണയം എടുത്ത് അവർ പോവുകയും ചെയ്തു. അങ്ങനെ യാത്രക്കാരനെ പിടിച്ച് ഒരു ഗർത്തത്തിലേക്ക് തള്ളിയിടുകയും ചെയ്തു. അറ്റ് ദാറ്റ് മൊമെൻറ്റ്, ആ സമയത്ത്, ദ മങ്കി, ആ കുരങ്ങൻ, ഹു ഹാപ്പൻ ടു ബി നിയർ ബൈ, അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്ന ആ കുരങ്ങൻ, ഹിയേഡ്, അദ്ദേഹം കേട്ടു, സമൺ ക്രൈയിങ്, ആരോ ഒരാൾ കരയുന്നു, ഫോർ ഹെൽപ്പ്, സഹായിക്കാൻ വേണ്ടി ആരോ കരയുന്ന സൗണ്ട് ഈ കുരങ്ങൻ കേൾക്കുകയാണ്. ദാറ്റ് വോയിസ് സൗണ്ട് ഫെമിലിയർ, ആ സൗണ്ട് എവിടെ കേട്ട് പരിചയമുണ്ട്. ലെറ്റ് മീ സീ, ഞാൻ നോക്കട്ടെ, ഹു ഇറ്റ് ഈസ്, ആരാണത് കരയുന്നത് എന്ന് ഞാൻ പോയി നോക്കട്ടെ, ഈ കുരങ്ങൻ ചിന്തിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു വാക്ക് നിങ്ങൾ കാണാൻ കഴിയും. ദാറ്റ് വോയിസ്, ആ സൗണ്ട്, ആ ശബ്ദം, ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറയുന്ന ശബ്ദം, സൗണ്ട്സ് ഫെമിലിയർ. അപ്പോൾ നിങ്ങളിവിടെ ഇങ്ങനെ അർത്ഥം വെക്കുക, വ്യത്യസ്ത അർത്ഥങ്ങളിൽ സൗണ്ട്സ് ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷിൽ ചില ആഡേജ് ഉണ്ട്, പ്രോവർബ്സുകളുണ്ട്, അതിൽ നിങ്ങൾക്കൊന്ന് കാണാം, സൗണ്ട് മൈൻഡിനെ സൗണ്ട് ബോഡി, നല്ല ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ സൗണ്ട് എന്നതിനർത്ഥം ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, ദാറ്റ് വോയിസ്, ആ കേൾക്കുന്ന ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറയുന്ന ശബ്ദം, സൗണ്ട്സ് ഫെമിലിയർ, അത് എവിടെയോ കേട്ട് പരിചയമുണ്ട്. ഫെമിലിയർ എന്ന് പറഞ്ഞാൽ പരിചയമുണ്ട്. സൗണ്ട് ഫെമിലിയർ എന്ന് പറഞ്ഞാൽ മുമ്പ് കേട്ട് പരിചയമുള്ള സൗണ്ടാണ് എന്നൊരർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായി കാണും. ഇറ്റ്സ് യു, ഇത് നീയാണോ? ഡോണ്ട് വറി, ദുഃഖിക്കേണ്ട. മൈ ഫ്രണ്ട്, എൻ്റെ കൂട്ടുകാരാ, ദുഃഖിക്കേണ്ട. ഐ വിൽ സെറ്റ് യു ഫ്രീ, ഞാൻ നിന്നെ ഫ്രീ ആക്കാം. ഈ കള്ളന്മാർ ഇദ്ദേഹത്തെ പിടിച്ച് കെട്ടിയിരിക്കുകയാണ്, അപ്പം അതിനെ കെട്ടയക്കാം എന്ന് പറയുന്നു. ഐ വിൽ സെറ്റ് യു ഫ്രീ, ഞാൻ നിന്നെ ഫ്രീ ആക്കാം. ഇൻ നോ ടൈം, പെട്ടെന്ന് തന്നെ. അത് ഇംഗ്ലീഷിൻ്റെ മറ്റൊരു ശൈലിയാണ്. ഇൻ നോ ടൈം എന്ന് പറഞ്ഞാൽ ഒരു സമയവും ഇല്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്നൊരർത്ഥം വരും. ഇതൊരു ഇഡിയമാറ്റിക് എക്സ്പ്രഷനാണ്. ഓക്കെ, പെട്ടെന്ന് എന്നുള്ളൊരു അർത്ഥമാണ് വരിക. ഫോർച്ചുനേറ്റ്ലി ഫോർ ദ ട്രാവലർ, ആ യാത്രക്കാരൻ്റെ ഭാഗ്യം എന്ന് പറയട്ടെ, ഹി ഹാഡ് ഫാളൻ, അദ്ദേഹം വീണിട്ടുണ്ടായിരുന്നു. ഓൺ എ ഹീപ്പ് ഓഫ് ഗ്രാസ്, ഒരു ഹീപ്പ് എന്ന് പറഞ്ഞാൽ കൂന എന്നർത്ഥം, കുന്നുകൂടിയ പുൽത്തകിടിൻ്റെ മുകളിലായിരുന്നു ആ യാത്രക്കാരൻ വീണത്. അതുകൊണ്ട് അദ്ദേഹത്തിനൊന്നും സംഭവിച്ചില്ല. ദ മങ്കി റെസ്ക്യൂഡ് ഹിം, അങ്ങനെ ആ കുരങ്ങൻ അദ്ദേഹത്തെ രക്ഷിച്ചു. അസ് ഹി റെസ്റ്റഡ് അണ്ടർ ദ ട്രീ, അങ്ങനെ ആ കുരങ്ങനും
യാത്രക്കാരനും ഒരു മരത്തിൻ്റെ ചോട്ടിൽ വിശ്രമിക്കുമ്പോൾ ദ ട്രാവലർ, ആ യാത്രക്കാരൻ, ടോൾഡ് ഹിസ് ടെയിൽ, അദ്ദേഹത്തിൻ്റെ ആ കഥ പറഞ്ഞു, അദ്ദേഹത്തിന് ഇപ്പോൾ സംഭവിച്ച കഥ പറഞ്ഞു. അപ്പോൾ കുരങ്ങൻ പറയാണ്, യു സ്റ്റേ ഹിയർ ആൻഡ് റിലാക്സ്, നീ ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യൂ, വിശ്രമിക്കൂ. ഐ വിൽ ബ്രിങ് യു, ഞാൻ നിനക്ക് കൊണ്ടുവരാം യുവർ ബാഗ് ഓഫ് ഗോൾഡ് കോയിൻ, നിൻ്റെ സ്വർണ്ണ നാണയമുള്ള സഞ്ചി ഞാൻ നിനക്ക് കൊണ്ടുവരാമെന്ന് ഈ കുരങ്ങൻ പറയുകയാണ്. ഇറ്റ് ഡിഡ് നോട്ട് ടേക്ക് ദ മങ്കി, അത് ആ കുരങ്ങൻ എടുത്തില്ല, ലോങ്, കൂടുതൽ എടുത്തില്ല, ടു ഫൈൻഡ് ദ റോബേഴ്സ്, ആ കള്ളന്മാരെ കണ്ടെത്താൻ കൂടുതൽ എടുത്തില്ല എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ആ കുരങ്ങൻ ആ കള്ളന്മാരെ കണ്ടെത്തി എന്നർത്ഥം. ഗുഡ്, ദേ ആർ ഓൾ അസ്ലീപ്, അവരെല്ലാവരും ഉറങ്ങുകയാണ് എന്ന് കുരങ്ങൻ ചിന്തിക്കുകയാണ്. ഹീ ടുക്ക് ദെയർ പൊസഷൻസ്, അങ്ങനെ ആ കുരങ്ങൻ അവരുടെ എല്ലാ വസ്തുക്കളും, പൊസഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ കൈവശമുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും ആ കുരങ്ങൻ എടുത്തു. ആൻഡ് ഹൈഡ് ദം, അങ്ങനെ അത് ഒളിപ്പിച്ചു വെച്ചു. ഇന്നെ ബുഷ് നിയർ ബൈ, അതിൻ്റെ അടുത്തുള്ള ആ കുറ്റിച്ചെടികൾ, ബുഷ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടി, സാധാരണ നമ്മൾ വീട്ടുമുറ്റത്ത് വളർത്താറുള്ള ചെടി ബുഷ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അടുത്തുള്ളൊരു കുറ്റിച്ചെടിയിൽ ഈ കുരങ്ങൻ അവരുടെ സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചു. വെൻ ദ റോബേഴ്സ് വോക്കപ്പ്, അങ്ങനെ അവർ ഉണർന്നപ്പോൾ, ഹേ അവർ സോർട്സ്, ഞങ്ങളുടെ വാളുകൾ, അവർ ബോക്സിസ്, ഞങ്ങളുടെ പെട്ടികൾ, വേർ ആർ ദേ, എവിടെയാണ് അതെല്ലാം? സം ഇവിൾ സ്പിരിറ്റ് ഹാസ് വിസ്ക് ദം എവേ. വിസ്ക് എന്ന് പറഞ്ഞാൽ രഹസ്യമായി എടുക്കുന്നതിനാണ് വിസ്ക് എന്ന് പറയുന്നത്. ഏതോ പ്രേതങ്ങൾ നമ്മുടെ സാധനങ്ങൾ എടുത്തു കൊണ്ടുപോയി എന്നാണ് ഈ കള്ളന്മാർ പറയുന്നത്. അവർ തിരയുന്ന ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ കഴിയും. ദ ജുബിലൻ മങ്കി ക്യാരിഡ് ദ ബാഗ് ഓഫ് ഗോൾഡ് കോയിൻ ടു ദ ട്രാവൽ. ജുബിലൻ്റ് എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ, ഉല്ലാസത്തോടെ, ആ സന്തോഷത്തോടെ ആ കുരങ്ങൻ ക്യാരിഡ് ദ ബാഗ് ഓഫ് ഗോൾഡ് കോയിൻ, ആ സ്വർണ്ണ നാണയത്തിൻ്റെ ബാഗ് എടുത്തു, ടു ദ ട്രാവലർ, ട്രാവലറിൻ്റെ അടുത്തേക്ക് എടുത്തുകൊണ്ടുപോയി. ഹിയർ ഈസ് യുവർ ബാഗ് ഓഫ് ഗോൾഡ് കോയിൻ, ഇതാ നിങ്ങളുടെ സ്വർണ്ണ നാണയത്തിൻ്റെ ബാഗ് ഇതാ എന്ന് പറയുന്നു. അപ്പോൾ ഈ യാത്രക്കാരൻ പറയാണ്, യു ഹാവ് ബീൻ കൈൻഡ് ടു മീ മൈ ഫ്രണ്ട്. ഇത് ഇംഗ്ലീഷിൻ്റെ മറ്റൊരു പ്രയോഗമാണ്. ഇങ്ങനത്തെ പ്രയോഗങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഡിക്ഷണറി തപ്പിയാൽ ചിലപ്പോൾ നിങ്ങൾ കാണാൻ കഴിയില്ല. ചില കോണ്ടക്സ്റ്റിൽ ഇംഗ്ലീഷിൽ പറയുന്ന ചില സ്റ്റൈൽ വേർഡുകളാണ് ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ. യു ഹാവ് ബീൻ കൈൻഡ് ടു മീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വരിക യു ആർ ഗ്രേറ്റ്ഫുൾ ഫോർ എ കൈൻഡ് ആക്ട് എന്ന് പറയും. നീ എന്തോ നല്ല കാര്യം ചെയ്തതിന് നന്ദി, നീ ഇപ്പോൾ ചെയ്ത പ്രവൃത്തിക്ക് നന്ദി അറിയിക്കുക എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നീ സ്വർണ്ണ നാണയം കൊണ്ടുവന്നതിന് താങ്ക് യു എന്നൊരർത്ഥത്തിലാണ് ആ പ്രയോഗം ഉപയോഗിക്കാറുള്ളത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദ ട്രാവലർ, അങ്ങനെ യാത്രക്കാരൻ, ടുക്ക് ദ ബാഗ് ഓഫ് ഗോൾഡ് കോയിൻ, അങ്ങനെ സ്വർണ്ണ നാണയത്തിൻ്റെ ആ ബാഗ് എടുത്തു. ആൻഡ് വെൻറ്റ് ഓൺ ഹിസ് വേ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ വഴിയിലൂടെ യാത്ര പോയി. ബട്ട് സൂൺ, പക്ഷേ പെട്ടെന്ന് തന്നെ, ഗർ, ഒരു സിംഹഗർജനം കേൾക്കുകയാണ്. ഓ ഗോഡ്, എ ലയൺ, ഒരു സിംഹം, ദൈവമേ സിംഹം എന്ന് യാത്രക്കാരൻ പറയാൻ. അപ്പോൾ സിംഹം പറയാൻ, ഡോണ്ട് ബി അഫ്രൈഡ്, പേടിക്കണ്ട, ഐ ആം യുവർ ഫ്രണ്ട്, ഞാൻ നിൻ്റെ കൂട്ടുകാരനാണ്. ഡോണ്ട് യു റിമെമ്പർ മീ, നീ എന്നെ ഓർക്കുന്നുണ്ടോ, എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. വൈ, എന്തുകൊണ്ട് നിന്നെ ഓർക്കുന്നില്ല? യു ആർ ദ ലയൺ ഓഫ് ദ വെൽ, ആ കിണറ്റിൽ അകപ്പെട്ടു പോയ ആ സിംഹമല്ലേ നീ എന്ന് ചോദിക്കുകയാണ് അദ്ദേഹം. യു ആർ റൈറ്റ്, നീ പറഞ്ഞത് ശരിയാണ്. കം ടു മൈ കേവ്, നീ എൻ്റെ ഗുഹയിലേക്ക് വരിക. ആൻഡ് ബി മൈ ഗസ്റ്റ്, എൻ്റെ ഒരതിഥിയായി എൻ്റെ ഗുഹയിലേക്ക് വരിക എന്ന് സിംഹം പറയുകയാണ്. അറ്റ് ദ കേവ്, ഗുഹയിൽ വെച്ച്, ഹാവ് എ പ്രസൻറ്റ് ഫോർ യു, നിനക്കൊരു സമ്മാനമുണ്ട്, പ്ലീസ് അക്സെപ്റ്റ് ഇറ്റ്, ഇത് സ്വീകരിച്ചാലും എന്ന് സിംഹം പറയുകയാണ്. യു ആർ വെരി ജനറസ്, നീ വളരെ ഉദാര മനസ്സുള്ള ആളാണ്. ദ കിങ് ഓഫ് ബീസ്, ആ മൃഗങ്ങളുടെ രാജാവേ നീ വളരെ ജനറസ് ആണ്. ജനറസ് എന്ന് പറഞ്ഞാൽ ഔദാര്യ മനസ്സുള്ള ആൾ എന്നർത്ഥം. ആസ് ദ ട്രാവലർ സെറ്റ് ഔട്ട് ഫോർ ദ സിറ്റി, അങ്ങനെ യാത്രക്കാരൻ സിറ്റി ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടപ്പോൾ, സെറ്റ് ഔട്ട് എന്ന യാത്ര പുറപ്പെടുക. ഹൗ ഗ്രേറ്റ്ഫുൾ ദ അനിമൽ ഹാവ് ബീൻ, എന്തുമാത്രം നന്ദിയുള്ള ആളുകളാണ് ആ മൃഗങ്ങൾ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. നൗ ലെറ്റ് മീ വിസിറ്റ് ദ ഗോൾഡ് സ്മിത്ത്, എനിക്ക് ഇനി ആ സ്വർണ്ണപ്പണിക്കാരനെ കൂടെ സന്ദർശിക്കേണ്ടതുണ്ടെന്ന് ഇദ്ദേഹം ചിന്തിക്കുകയാണ്. വെൻ ഹി റീച്ച് ദ സിറ്റി, അങ്ങനെ അദ്ദേഹം സിറ്റിയിലേക്ക് എത്തിയപ്പോൾ, ദ നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത ദിവസം രാവിലെ, അവർ പ്രിൻസസ് ഈസ് കിൽഡ്, നമ്മുടെ രാജ്ഞി കൊല്ലപ്പെട്ടു. ഡു യു നോ ഹൂ ഡിഡ് ഇറ്റ്, നിനക്കറിയുമോ ആരാണത് ചെയ്തത്, നിനക്കറിയുമോ? അപ്പോൾ ഇദ്ദേഹം ഈ സിറ്റിയിലേക്ക് വരുമ്പോൾ അവിടെ രാജ്ഞി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആളുകൾ അത് ചർച്ച ചെയ്യുന്ന ഒരു സീനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ സമയത്ത് യാത്രക്കാരൻ സിറ്റിയിലേക്ക് എത്തി. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇറ്റ് ഈസ് ഹാർഡ് ടു ഫൈൻഡ് സം വൺ, ആരെങ്കിലും ഒരാളെ കണ്ടെത്താൻ പ്രയാസമാണ്. ഇൻ ദിസ് എക്സൈറ്റഡ് ക്രൗഡ്, ഈ എക്സൈറ്റഡ് ആയ ഈ ആളുകളുടെ ഇടയിൽ നിന്ന് ഒരാളെ കണ്ടെത്താൻ പ്രയാസമാണ്.
എന്തിനു കണ്ടെത്താൻ? ഹു വിൽ ഗൈഡ് മീ, അദ്ദേഹം എന്നെ സഹായിക്കും. ടു ദ ഗോൾഡ് സ്മിത്ത്, ആ സ്വർണ്ണപ്പണിക്കാരനെ കണ്ടെത്താൻ എന്നെ സഹായിക്കാൻ പറ്റിയ ഒരാളെ കണ്ടെത്തുക എന്നുള്ളത് പ്രയാസമാണ്. അപ്പോൾ ഇദ്ദേഹം വന്നപ്പോൾ വളരെ എക്സൈറ്റഡ് ആയ ജനങ്ങളെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ജനങ്ങൾക്കിടയിൽ നിന്നും സ്വർണ്ണപ്പണിക്കാരനെ കണ്ടെത്താൻ സഹായിക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഇദ്ദേഹം ചിന്തിക്കുകയാണ്. അർത്ഥത്തിൻ്റെ ഫ്ലോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇല്ലെങ്കിൽ വീണ്ടും കേൾക്കുക. ആ ഫ്ലോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാലേ നമുക്ക് അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫോർച്ചുനേറ്റ്ലി, ഭാഗ്യമെന്ന് പറയട്ടെ, ദ ഗോൾഡ് സ്മിത്സ് ആൾസോ ഹാപ്പൻ ടു ബി ഇൻ ദാറ്റ് ക്രൗഡ്. ആ സ്വർണ്ണപ്പണിക്കാരനും കൂടി ആ ജനക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. മൈ ഫ്രണ്ട്, ഇറ്റ്സ് എ പ്ലഷർ ടു മീറ്റ് യു അഗെയിൻ. നിന്നെ വീണ്ടും കണ്ടതിൽ എനിക്ക് സന്തോഷം എന്ന് ഇദ്ദേഹം പറയുകയാണ്. പ്ലീസ് കം ഹോം വിത്ത് മീ, എൻ്റെ കൂടെ വീട്ടിലേക്ക് വന്നാലും എന്ന് ഇദ്ദേഹം പറയാം. ഐ എം ഗ്ലാഡ് ദാറ്റ് യു റിമെമ്പർ മീ, നീ എന്നെ ഓർക്കുന്നുണ്ട് എന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഈ യാത്രക്കാരൻ പറയുക. ദ ഗോൾഡ് സ്മിത്ത്, ആ സ്വർണ്ണപ്പണിക്കാരൻ, ടുക്ക് ഹിം ഹോം, അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി. നോ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? ഈ സ്വർണ്ണപ്പണിക്കാരൻ ചോദിക്കുകയാണ്. അപ്പോൾ യാത്രക്കാരൻ പറയാണ്, ഐ ഹാവ് നെക്ലസ്, എൻ്റെ അടുത്തൊരു നെക്ലസ് ഉണ്ട്. എ പ്രസൻറ്റ് ഫ്രം അവർ ഫ്രണ്ട്, എൻ്റെ കൂട്ടുകാരൻ തന്ന ഒരു സമ്മാനമായ നെക്ലസ് എൻ്റെ അടുത്തുണ്ട്. ദ ലയൺ, അന്ന് കിണറ്റിൽ നിന്നും രക്ഷിച്ച ആ സിംഹം തന്ന ആ സമ്മാനമായ നെക്ലസ് എൻ്റെ അടുത്തുണ്ട്. ഹെൽപ്പ് മീ സെൽ ഇറ്റ് അറ്റ് എ ഗുഡ് പ്രൈസ്, ഒരു നല്ല വിലക്ക് ഇത് വിൽക്കാൻ വേണ്ടി എന്നെ സഹായിക്കാമോ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. വൈൽ ടേക്കിംഗ് ഔട്ട് ദ നെക്ലസ് ഫ്രം ദ ബാഗ്, അങ്ങനെ ആ യാത്രക്കാരൻ ആ ബാഗിൽ നിന്നും നെക്ലസ് എടുക്കുമ്പോൾ ദ ട്രാവലർ സ്പിൽഡ് എ ഫ്യൂ കോയിൻ, കുറച്ച് ഗോൾഡ് കോയിൻ സ്പിൽ, പുറത്തേക്ക് ചാടി വീണു, പുറത്തേക്ക് വീണുപോയി. ഐ വിഷ് ഐ കുഡ് ഗെറ്റ് മൈ ഹാൻഡ് ഓൺ ദോസ് ഗോൾഡ് കോയിൻസ്, ആ സ്വർണ്ണ നാണയം, ആ വീണുപോയ സ്വർണ്ണ നാണയം ഞാൻ എടുത്താലോ എന്ന് ഇദ്ദേഹം ചിന്തിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ചോദിക്കുകയാണ്, ലെറ്റ് മീ ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കട്ടെ എന്ന് സ്വർണ്ണപ്പണിക്കാരൻ ചോദിക്കുന്നു. അങ്ങനെ ദ ഗോൾഡ് സ്മിത്ത് ഗാദേർഡ്, അങ്ങനെ ആ സ്വർണ്ണപ്പണിക്കാരൻ ഒരുമിച്ച് കൂട്ടി. ദ കോയിൻസ്, ആ വീണുപോയ കോയിൻസിനെ ഈ സ്വർണ്ണപ്പണിക്കാരൻ ഒരുമിച്ച് കൂട്ടി. ആൻഡ് ഹാൻഡഡ് ദം ബാക്ക് ടു ദ ട്രാവലർ, ആ യാത്രക്കാരന് തിരികെ നൽകി. അപ്പോൾ ഈ യാത്രക്കാരൻ പറയാണ്, ഹിയർ ഇസ് ദ നെക്ലസ്, നെക്ലസ് ഇതാ. ആൻഡ് ഐ ആൾസോ എൻട്രസ്റ്റ് ദ ബാഗ് ഓഫ് ഗോൾഡ് കോയിൻ ടു യു, ഞാൻ ഈ സ്വർണത്തിൻ്റെ ബാഗും നിന്നെ ഏൽപ്പിക്കാൻ ഞാൻ വിശ്വസിക്കുന്നു. എൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക എന്നർത്ഥം. റിട്ടേൺ ടു മീ, നീ എനിക്കത് തിരികെ തരണം. വെൻ ഐ ലീവ്, ഞാൻ പോകുമ്പോൾ എനിക്ക് തന്നാൽ മതി, അതുവരെ നീ ഈ സ്വർണ്ണനാണയവും നെക്ലസും നിന്റെ കയ്യിൽ വെച്ചോ എന്ന് യാത്രക്കാരൻ പറയുകയാണ്. യു ക്യാൻ ട്രസ്റ്റ് മീ, നിനക്ക് എന്നെ വിശ്വസിക്കാം. വിത്ത് യുവർ ബാഗ് ഓഫ് ഗോൾഡ് കോയിൻസ്, എൻ്റെ സ്വർണ്ണ നാണയമുള്ള സഞ്ചി എൻ്റെ അടുത്ത് വെക്കുന്നതിൽ നിനക്ക് എന്നെ വിശ്വസിക്കാം. ആൻഡ് ഐ ഷാൽ സെൽ, ഞാൻ വിൽക്കുകയും ചെയ്യാം. യുവർ നെക്ലസ്, നിൻ്റെ ഈ ആഭരണം ഞാൻ വിൽക്കുകയും ചെയ്യാം. ഫോർ എ ഹൈ പ്രൈസ്, വളരെ നല്ല വിലക്ക് ഞാൻ വിൽക്കുകയും ചെയ്യാമെന്ന് സ്വർണ്ണപ്പണിക്കാരൻ പറയുകയാണ്. ദിസ് ലുക്ക് ലൈക്ക് ദ നെക്ലസ് ഓഫ് ദ പ്രിൻസസ്, ഇത് ആ രാജകുമാരിയുടെ നെക്ലസ് പോലെ തോന്നുന്നു. ദ ലയൺ മസ്റ്റ് ഹാവ് കിൽഡ് ഹർ, ആ സിംഹം രാജ്ഞിയെ കൊന്നിട്ടുണ്ടാവാം. ആൻഡ് ഗോട്ട് ഇറ്റ്, അങ്ങനെ ആ നെക്ലസ് എടുത്തിട്ടുണ്ടാവാം. അങ്ങനെയാണ് ഈ യാത്രക്കാരൻ ആ സിംഹം നൽകി എന്ന് സ്വർണ്ണപ്പണിക്കാരൻ ചിന്തിക്കുകയാണ്. അദ്ദേഹം ചിന്തിക്കുകയാണ്, ഐ വിൽ ഇൻഫോം ദ കിങ് എബൌട്ട് ദ നെക്ലസ്, ഈ നെക്ലസിനെ കുറിച്ച് രാജാവിനെ അറിയിക്കും. ദ ട്രാവലർ വിൽ ബി സസ്പെക്റ്റഡ്, അങ്ങനെ ഈ യാത്രക്കാരനെ രാജാവ് സംശയിക്കുകയും ആൻഡ് ഹാങ്ഡ്, അങ്ങനെ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയും ചെയ്യും എന്ന് ഇദ്ദേഹം ചിന്തിക്കുകയാണ്. ഐ വിൽ ബി റിവാർഡഡ്, അങ്ങനെ എനിക്ക് സമ്മാനം ലഭിക്കുകയും ചെയ്യും. ആൻഡ് ദ കോയിൻസ് വിൽ ബി മൈൻ ഫോർ അവർ, അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ സ്വർണ്ണ നാണയവും എന്നേക്കുമായി എൻ്റെതാകുകയും ചെയ്യും. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഈ വിവരം രാജാവിനെ അറിയിച്ചു കഴിഞ്ഞാൽ ഈ യാത്രക്കാരനെ തൂക്കിക്കൊല്ലുകയും അതിൻ്റെ സന്തോഷമായി രാജാവ് റിവാർഡ് എനിക്ക് തരികയും ചെയ്യും. മാത്രമല്ല ഈ യാത്രക്കാരൻ്റെ ഈ സ്വർണ്ണ നാണയങ്ങൾ ഇദ്ദേഹത്തിന് എടുക്കുകയും ചെയ്യാം എന്നാണ് ഈ സ്വർണ്ണപ്പണിക്കാരൻ ചിന്തിക്കുന്നത്. അങ്ങനെ വെൻ ദ കിങ് വാസ് ഇൻഫോംഡ്, അങ്ങനെ ഈ രാജാവിനെ ഈ വിഷയം അറിയിക്കപ്പെട്ടപ്പോൾ ഹി ഓർഡേഡ് ദ അറസ്റ്റ് ഓഫ് ദ ട്രാവലർ, ഈ യാത്രക്കാരനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി രാജാവ് ഓർഡർ കൽപ്പിച്ചു. അങ്ങനെ രാജാവ് പറയാണ്, യു ടുക്ക് ദ ലൈഫ് ഓഫ് ദ പ്രിൻസസ്, നീയാണ് രാജകുമാരിയുടെ ജീവനെടുത്തത്. നൗ യു പേ ഫോർ ഇറ്റ് വിത്ത് യുവർ ലൈഫ്, ഇനി നിന്റെ ജീവിതം കൊണ്ട് നീ അതിന് മറുപടി പറയണം. അങ്ങനെ പറഞ്ഞാൽ അതിനു പകരം നിന്നെ തൂക്കിലേറ്റും എന്നാണ് രാജാവ് പറയുന്നത്.
അപ്പോൾ ഈ യാത്രക്കാരൻ പറയാണ്, യുവർ മജസ്റ്റി. യുവർ മജസ്റ്റി എന്ന് പറഞ്ഞാൽ ഈ രാജാക്കന്മാരെ ബഹുമാനത്തോടെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പോൾ ഇവിടെ മഹാരാജാവേ, ഐ ആം ഇന്നസെന്റ്, ഞാൻ നിരപരാധിയാണ് എന്ന് യാത്രക്കാരൻ പറയുകയാണ്. ദ നെക്ലസ് ഫൗണ്ട് ഇൻ യുവർ പൊസഷൻ. ഈ ആഭരണം കണ്ടെടുത്തത് നിന്റെ പൊസഷൻ എന്ന് പറഞ്ഞാൽ നിന്റെ കൈവശമുള്ള ബാഗിൽ നിന്നാണ് ഈ സ്വർണ്ണ നാണയം കണ്ടെടുത്തത്. അതുകൊണ്ട് പ്രൂവ്സ് യുവർ ഗിൽറ്റ്. അത് നീ കുറ്റവാളിയാണെന്ന് അത് തെളിയിക്കുന്നു. പ്രൂവ്സ് എന്ന് പറഞ്ഞാൽ തെളിയിക്കുന്നു. യുവർ ഗിൽറ്റ്, നിന്റെ കുറ്റത്തെ തെളിയിക്കുന്നു പറഞ്ഞാൽ നിന്റെ കൈവശം ആ നെക്ലസ് ഉള്ളത് കൊണ്ട് തന്നെ നീയാണ് ആ രാജകുമാരെ കൊന്നത് എന്നാണ് രാജാവ് പറയുന്നത്. യു വിൽ ബി ഹാങ് ടുമോറോ അറ്റ് സൺസെറ്റ്. യു വിൽ ബി ഹാങ്, നിന്നെ തൂക്കിക്കൊല്ലും. ടുമോറോ, നാളെ നിന്നെ തൂക്കിക്കൊല്ലും. അറ്റ് സൺറൈസ് എന്നാൽ സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ പ്രഭാതത്തിൽ നിന്നെ തൂക്കിലേറ്റും എന്ന് രാജാവ് പറയുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഓ ഗോഡ്, ദൈവമേ എന്ന് വിളിച്ചു പറയുന്നു. ട്രാവലർ വാസ് കെപ്റ്റ് ഇൻ പ്രിസൺ ഫോർ ദ നൈറ്റ്. അന്ന് രാത്രി ഈ യാത്രക്കാരനെ ആ ജയിലിന്റെ ഉള്ളിൽ ഇട്ടു. പ്രിസൺ എന്ന് പറഞ്ഞാൽ ജയിൽ. അങ്ങനെ ഇദ്ദേഹം യാത്രക്കാരൻ ചിന്തിക്കുകയാണ്, ദ അനിമൽസ് വർ റൈറ്റ്. ആ മൃഗങ്ങൾ ശരിയാണെന്ന് പറഞ്ഞാൽ നല്ല ആളുകളാണ്. ദ ഗോൾഡ് സ്മിത്ത്, ആ സ്വർണ്ണപ്പണിക്കാരൻ, ഹാസ് ബീട്രേഡ് മൈ ട്രസ്റ്റ്. എന്റെ വിശ്വാസത്തെ ഒറ്റിക്കൊടുത്തു എന്നാണ് ഇദ്ദേഹം ചിന്തിക്കുന്നത്. ആ സ്വർണ്ണപ്പണിക്കാരനാണ് എന്നെ ചതിച്ചത്. ആ മൃഗങ്ങളെല്ലാം നല്ല ആളുകളാണ് എന്നാണ് ഇദ്ദേഹം ചിന്തിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു സൗണ്ട് കേൾക്കുകയാണ്, ടേക്ക് ഹേർട്ട്. ടേക്ക് ഹേർട്ട് എന്നാൽ ഇംഗ്ലീഷിന്റെ മറ്റൊരു പ്രയോഗമാണ് ടു ബി കറേജസ്, ധൈര്യമായിരിക്കൂ എന്നുള്ളൊരു അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കാറുള്ളത്. നോട്ട് എവറിത്തിങ് ഈസ് ലോസ്റ്റ്, ഐ ആം ഹിയർ. നോട്ട് എവറിത്തിങ് ഈസ് ലോസ്റ്റ്, എല്ലാം നഷ്ടപ്പെട്ടിട്ടില്ല. ഐ ആം ഹിയർ, ഞാൻ ഇവിടെയുണ്ട് എന്നുള്ളൊരു സൗണ്ട് അദ്ദേഹം കേൾക്കുകയാണ്. ഇറ്റ്സ് യു മൈ ഫ്രണ്ട്, ഇത് നീയാണോ എൻ്റെ കൂട്ടുകാരാ. ബട്ട് ഹൗ വിൽ യു സേവ് മീ, നീ എങ്ങനെയാണ് എന്നെ രക്ഷിക്കുക. അപ്പോൾ ഈ പാമ്പ് പറയുകയാണ്, ഐ വിൽ ഗോ ആൻഡ് ബൈറ്റ് ദ ക്യൂൻ മദർ. ഞാൻ ആ രാജകുമാരിയുടെ അമ്മയെ പോയി കടിക്കും. നോ വൺ വിൽ ബി ഏബിൾ ടു ക്യൂർ ഹെർ. ആർക്കും തന്നെ അവളെ സുഖപ്പെടുത്താൻ കഴിയില്ല. ഓഫ് മൈ പോയ്സൺ, എൻ്റെ വിഷത്തിൽ നിന്നും അവളെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ആ സമയം ദെൻ യു ഗോ ടു ദ പ്ലേസ്, നീ അവിടെ പോവണം. ആൻഡ് സേവ് ഹെർ, അങ്ങനെ അവളെ രക്ഷിക്കണം. വിത്ത് ദിസ് ഹെർബ്സ്, ഈ ഔഷധച്ചെടി കൊണ്ട്. ഹേർബ് എന്ന് പറഞ്ഞാൽ ഔഷധച്ചെടികൾക്കാണ് ഹേർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഔഷധച്ചെടി കൊണ്ട് നീ അവളെ രക്ഷിക്കണം. ദ കിങ് ഈസ് ബോൺ ടു റിവാർഡ് യു. അങ്ങനെ ആ രാജാവ് നിനക്ക് സമ്മാനം നൽകുകയും ചെയ്യും എന്നാണ് ഈ പാമ്പ് പറയുന്നത്. ബൗണ്ട് എന്ന് പറഞ്ഞാൽ കടപ്പെട്ടിരിക്കുന്നു എന്നൊരർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. ഐ ബൗണ്ട് ടു യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. ഒരു ഉപകാരം ചെയ്താൽ തിരിച്ച് പ്രതിഫലം നൽകുക എന്നുള്ള ഒരു കടപ്പാട് ആർക്കുണ്ടാവും? രാജാവിനുണ്ടാവും. അതായത് ഇവിടെ കടപ്പാട് എന്ന് പറയുമ്പോൾ ഈ രാജ്ഞിയുടെ അമ്മയെ സുഖപ്പെടുത്തുമ്പോൾ രാജാവ് എന്തായാലും സമ്മാനം നൽകാൻ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ പാമ്പ് പറയുന്നത്. ഓക്കെ, ഗിവിങ് ഹിം ദ ഹേർബ്. അങ്ങനെ ആ പാമ്പ് ആ ഔഷധച്ചെടി യാത്രക്കാരന് നൽകിയതിനു ശേഷം ദ സ്നേക്ക് വെന്റ് അവേ. അങ്ങനെ ആ പാമ്പ് അവിടെ നിന്ന് പോവുകയും ചെയ്തു. ആഫ്റ്റർ എ വൈൽ, അല്പസമയത്തിന് ശേഷം, അറ്റ് ദ പാലസ്, കൊട്ടാരത്തിൽ വെച്ച് രാജ്ഞിയുടെ അമ്മ പറയാണ്, ഐ ഹാവ് ബീൻ ബിറ്റൻ, ഞാൻ കടിക്കപ്പെട്ടു. ബൈ എ സ്നേക്ക്, ഒരു പാമ്പിനാൽ ഞാൻ കടിക്കപ്പെട്ടു എന്നുള്ള അർത്ഥം വരിക. അപ്പോൾ ഇവിടെ എന്നെ ഒരു പാമ്പ് കടിച്ചു എന്നുള്ളൊരർത്ഥം. ഞാൻ ഷോർട്ടായി പറയാണ്. വിശദമായി ഞാൻ ബൈ വേർഡ് നിങ്ങൾക്ക് അർത്ഥം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം നമ്മുടെ വീഡിയോ ഓവർ ലെങ്തി ആവാൻ സാധ്യതയുണ്ട്. അത് കുറക്കാൻ വേണ്ടിയാണ് ഞാൻ കുറച്ചല്പം ഫാസ്റ്റായിട്ട് പറയുന്നത്. ഞാൻ വീണ്ടും ഒരു ആവർത്തനം വേണ്ട എന്നുള്ള നിലക്കാണ് ഇങ്ങനെ പറയുന്നത്. കാരണം നമ്മൾ മുമ്പത്തെ കഥകളിലെല്ലാം വളരെ ബൈ വേർഡ് മീനിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അത് ആവർത്തിക്കേണ്ട എന്ന നിലക്കാണ് ഞാൻ ഇവിടെ സാരാംശം പറഞ്ഞു പോകുന്നത്. ഓക്കെ, ദ ലേൺ മെൻ ഓഫ് ദ മെഡിസിൻ ആൾ കെയിം ദർ. മരുന്നിൽ വൈദഗ്ധ്യമുള്ള ആളുകളെല്ലാം വന്നു. ലേൺ മെൻ എന്ന് പറഞ്ഞാൽ അറിവുള്ള ആളുകൾ എന്നർത്ഥം. ഓഫ് മെഡിസിൻ, അപ്പോൾ മരുന്നിൽ അറിവുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ വൈദ്യന്മാരെല്ലാം വന്നു. അങ്ങനെ അവർ പറയാണ്, വി ഹാവ് ട്രൈഡ്, ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ആൾ ദ റെമഡീസ് നോൺ ടു അസ്, ഞങ്ങൾക്കറിയാവുന്ന എല്ലാ മറുമരുന്നുകളും ഞങ്ങൾ ഉപയോഗിച്ചു. ബട്ട് പക്ഷേ ഇൻ വെയിൻ, എല്ലാം വെറുതെയായി. യുവർ മജസ്റ്റി, രാജാവേ, ഞങ്ങൾക്കറിയുന്ന എല്ലാ മരുന്നുകളും ഉപയോഗിച്ചിട്ട് ഫലം കണ്ടില്ല എന്ന് ഈ കൊട്ടാര വൈദ്യന്മാർ രാജാവിനോട് പറയുക. അപ്പോൾ രാജാവ് പറയാണ്, ഇസ് ദർ നോ വൺ ഹു ക്യാൻ സേവ് മൈ മദർ, എൻ്റെ അമ്മയെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ലേ? അപ്പോൾ ഈ രാജാവ് ഒരു അശരീരി കേൾക്കുകയാണ്. യെസ് ദർ ഈസ് വൺ, അവിടെ ഒരാളുണ്ട്. ദ ഇന്നസെന്റ് മാൻ, ആ നിരപരാധിയായ മനുഷ്യൻ. ഹൂം യു ഹാവ് ചാർജ്, അദ്ദേഹത്തെ നിങ്ങൾ കുറ്റം വിധിച്ചിട്ടുണ്ട്. ചാർജ് എന്ന് പറഞ്ഞാൽ കുറ്റം വിധിക്കുക. വിത്ത് ദ മർഡർ ഓഫ് യുവർ ഡോട്ടർ, നിങ്ങളുടെ മകളെ കൊന്ന കേസിൽ കുറ്റം വിധിക്കപ്പെട്ട പാവം യാത്രക്കാരൻ അവിടെയുണ്ട് എന്നുള്ളൊരു അശരീരി ഈ രാജാവ് കേൾക്കുകയാണ്. ദാറ്റ് വാസ് ഡെഫിനറ്റ്ലി
എ സൂപ്പർ നാച്ചുറൽ വോയിസ്. ആ സൗണ്ട് ഒരു അഭൗതികമായ ഒരു ശബ്ദമാണ്. സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ അഭൗതികമായ എന്നർത്ഥം. ബ്രിങ് ദ പ്രിസണർ ടു മീ, ആ തടവുകാരനെ കൊണ്ടുവരൂ എന്ന് രാജാവ് പറയുകയാണ്. വെൻ ദ പ്രിസണർ വാസ് ബ്രോട്ട് ബിഫോർ ദ കിങ്, രാജാവിൻ്റെ മുന്നിൽ ആ തടവുകാരനെ കൊണ്ടുവരപ്പെട്ടപ്പോൾ, സേവ് മൈ മദർ, എൻ്റെ അമ്മയെ രക്ഷിക്കൂ, ആൻഡ് ഐ വിൽ റിവാർഡ് യു, ഞാൻ നിനക്ക് സമ്മാനം തരാം എന്നാണ് രാജാവ് പറയുന്നത്. അപ്പോൾ ഈ യാത്രക്കാരൻ പറയാണ്, യുവർ മജസ്റ്റി, രാജാവേ, ഐ വിൽ ഡു സോ, ഞാൻ നിങ്ങളുടെ അമ്മയെ, ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അമ്മയെ രക്ഷിക്കാം. പക്ഷേ ഫസ്റ്റ് പ്ലീസ് ലിസൺ ടു മൈ സ്റ്റോറി, നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ കഥ ശ്രദ്ധിച്ചാലും, ഞാൻ പറയാൻ പോകുന്ന കഥ നിങ്ങൾ ശ്രദ്ധിച്ചാലും എന്ന് യാത്രക്കാരൻ പറയാൻ. ആസ് ദ ട്രാവലർ കൺക്ലൂഡഡ് ഹിസ് സ്റ്റോറി, ആ യാത്രക്കാരൻ അദ്ദേഹത്തിൻ്റെ കഥ അവസാനിപ്പിച്ചപ്പോൾ, കൺക്ലൂഡ് എന്ന് പറഞ്ഞാൽ അവസാനിപ്പിച്ചപ്പോൾ, അപ്പോൾ അങ്ങനെ ആ യാത്രക്കാരൻ അദ്ദേഹത്തിന് ഉണ്ടായ കഥകളെല്ലാം പറഞ്ഞു കൊടുത്തു. ദ പ്രിൻസസ് മൈറ്റ് ഹാവ് ബീൻ കിൽഡ് ബൈ ദ ലയൺ, ആ രാജകുമാരി സിംഹത്താൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം എന്നാണ് യാത്രക്കാരൻ പറയുന്നത്. ദ ഗ്രീഡി ഗോൾഡ് സ്മിത്ത്, ആ ആർത്തിക്കാരനായ ആ സ്വർണ്ണപ്പണിക്കാരൻ, ലൈഡ് അബൌട്ട് മീ, എന്നെക്കുറിച്ച് അദ്ദേഹം നുണ പറഞ്ഞതാണ് എന്ന് ഇദ്ദേഹം രാജാവിനോട് പറഞ്ഞു. ഹി ഷാൾ ബി പണിഷ്ഡ്, അദ്ദേഹത്തിന് ശിക്ഷിക്കപ്പെടും. നൗ പ്ലീസ് ക്യൂർ ഹെയർ, നിങ്ങൾ ഇപ്പോൾ എൻ്റെ അമ്മയെ സുഖപ്പെടുത്തിയാലും എന്ന് ഈ രാജാവ് പറയുകയാണ്. ദ ട്രാവലർ മിക്സ് ദ ഹേർബ്, അങ്ങനെ ഈ യാത്രക്കാരൻ മിക്സ് ചെയ്തു. ദ ഹേർബ് ഇൻ എ ഗ്ലാസ് ഓഫ് മിൽക്ക്, ഒരു ഗ്ലാസ് പാലിൽ ആ ഔഷധച്ചെടി മിക്സ് ചെയ്തു. ആൻഡ് മെയ്ഡ് ദ ക്വീൻ മദർ ഡ്രിങ്ക് ഇറ്റ്, അങ്ങനെ ആ രാജകുമാരിയുടെ അമ്മയെ കുടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ രാജാവ് ചോദിക്കുകയാണ്, മദർ ഡു യു ഫീൽ ബെറ്റർ, നിങ്ങൾക്ക് സുഖമല്ലേ? ഐ ഡു മൈ സൺ, അതെ ഞാൻ സുഖം തന്നെയാണ്. ഇവിടെയും നിങ്ങൾക്ക് കാണാം ഇംഗ്ലീഷിൻ്റെ ശൈലി. ഐ ഡു എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയോട് ചോദിക്കപ്പെട്ട ചോദ്യത്തിനുള്ള ആൻസർ ആയിട്ടാണ് ഐ ഡു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐ ഡു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു എന്നാണ് അവിടെ അർത്ഥം വരിക. ഈ സ്ത്രീയോട് എന്താണോ ചോദിക്കപ്പെട്ടത് അത് ഓക്കെ ആണ് എന്നാണ് അർത്ഥം വരിക. അപ്പോൾ ഈ സ്ത്രീയോട് ചോദിച്ചത് എന്താണ്, നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? അപ്പോൾ ഐ ഡു എന്ന് പറയുമ്പോൾ അതെ എനിക്ക് സുഖം തന്നെയാണ് എന്നാണ് അർത്ഥം വരിക. See that the one who saved my life is amply rewarded, എൻ്റെ ജീവിതം രക്ഷിച്ച ആ മനുഷ്യന് മാന്യമായി ഉചിതമായി സമ്മാനം നൽകണം എന്ന് ഈ അമ്മ പറയുകയാണ്. ആംപ്ലി എന്ന് പറഞ്ഞാൽ ഉചിതമായ എന്നുള്ള അർത്ഥം വരും. അങ്ങനെ ദ കിങ് ടേൺ ടു ദ ട്രാവലർ, അങ്ങനെ രാജാവ് ആ യാത്രക്കാരൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു. പ്ലീസ് ആക്സെപ്റ്റ് ദിസ് ബാഗ് ഓഫ് ഗോൾഡ് കോയിൻസ്, ദയവ് ചെയ്ത് സ്വർണ്ണ നാണയമുള്ള ഈ ബാഗ് സ്വീകരിച്ചാലും എന്ന് രാജാവ് പറയുകയാണ്. താങ്ക് യു യുവർ മജസ്റ്റി, രാജാവേ അങ്ങേക്ക് നന്ദി എന്ന് ഈ യാത്രക്കാരൻ പറയുക. ബൈ ദെൻ, അപ്പോഴേക്കും ഇറ്റ് വാസ് ഡേ ബ്രേക്ക്, അത് ഡേ ബ്രേക്ക് ആയിരുന്നു. ഡേ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പ്രഭാതമായിരുന്നു. ഒരു ദിവസത്തിൻ്റെ ബ്രേക്ക് എന്ന് പറയുന്നത് പ്രഭാതമാണ്. നിങ്ങൾക്കറിയാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്ന് പറഞ്ഞാൽ പ്രഭാത ഭക്ഷണം എന്നാണ് അർത്ഥം. ഓക്കെ. ദ ഗോൾഡ് സ്മിത്ത് വാസ് വെയിറ്റിംഗ്, ആ സ്വർണ്ണപ്പണിക്കാരൻ കാത്തു നിൽക്കുകയായിരുന്നു. അറ്റ് ദ പ്ലേസ് ഓഫ് എക്സിക്യൂഷൻ, ആ തൂക്കിക്കൊല്ലുന്ന സ്ഥലത്ത് ഈ സ്വർണ്ണപ്പണിക്കാരൻ കാത്തു നിൽക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം ചിന്തിക്കുകയാണ്, ദ ട്രാവലർ ഹാസ് നോട്ട് ഇറ്റ് ബീൻ ബ്രോട്ട്, ആ യാത്രക്കാരനെ ഇതുവരെയും കൊണ്ടുവരപ്പെട്ടിട്ടില്ല. വൺസ് ഹീസ് ഹാങ്ഡ്, അദ്ദേഹത്തെ തൂക്കിലേറ്റിയാൽ ഐ എം സേഫ്, ഞാൻ രക്ഷപ്പെട്ടു എന്നാണ് ഈ സ്വർണ്ണപ്പണിക്കാരൻ ചിന്തിക്കുന്നത്. ജസ്റ്റ് ദെൻ, അപ്പോഴേക്കും ദ കിങ് സോൾജേഴ്സ്, ആ രാജാവിൻ്റെ പട്ടാളക്കാർ കെയിം ദെയർ, അവിടെ വന്നു. ആൻഡ് സീസ്ഡ് ഹിം, അദ്ദേഹത്തെ പിടികൂടി. യു ആർ ദ ഗിൽറ്റി വൺ, നീയാണ് തെറ്റുകാരൻ. യു ആർ ടു ബി ഹാങ്ഡ്, നിന്നെയാണ് തൂക്കിക്കൊല്ലാൻ പോകുന്നത്. ദ കിങ്സ് ഓർഡേഴ്സ്, രാജാവിൻ്റെ കൽപ്പന പ്രകാരം നിന്നെയാണ് ഇനി തൂക്കിക്കൊല്ലാൻ പോകുന്നത്. അങ്ങനെ ഈ കഥയുടെ മോറൽ എന്താണ്? ഇവിൽ ആൾവേസ് റിവാർഡഡ് വിത്ത് ഇവിൽ, തിന്മ എല്ലായ്പ്പോഴും തിന്മ കൊണ്ടാണ് പ്രതിഫലം ചെയ്യപ്പെടുക. തിന്മക്കെപ്പോഴും തിന്മ കൊണ്ടാണ് പ്രതിഫലം ചെയ്യപ്പെടുക എന്നുള്ള സാരാംശമാണ് നമ്മൾ ഈ കഥയിലൂടെ മനസ്സിലാക്കിയത്. മുമ്പ് ചെയ്യാറുള്ള സെയിം എക്സസൈസ് വീണ്ടും ആവർത്തിക്കുക. അങ്ങനെ നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് കഥയിലൂടെ വെക്കാബുലറിയും അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ കഴിയും. വീണ്ടും വീണ്ടും കഥകൾ കേട്ട് ഇതിൻ്റെ വെക്കാബുലറികൾ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ഇനി നമുക്ക് മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. സീ യു ബൈ.